ജയ്, നോക്ക്, ഇങ്ങനെ നിരാശപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ എന്തിനെങ്ങനെ പ്രതീക്ഷ കൈവിടുന്നേ? ഒരു ജോലി പോയെങ്കിൽ എന്താ, വേറൊന്നും കിട്ടില്ലേ? താൻ എന്തൊരു മിടുക്കനാന്നറിയോ? തനിക്ക് എത്ര ടാലന്റ് ഉണ്ട്. തന്നെ ഒന്നിനും തടുക്കാനാവുകയില്ല. മനസ്സിലാവുന്നുണ്ടോ തനിക്ക്? എന്നാ പിന്നെ ഇനി ഒന്ന് ചിരിച്ചു കാണിച്ചേ. ചിരിക്കുന്നേ, ചിരിക്കുന്നേ ഒന്ന്. എന്താടാ അത്? ഒരു നോട്ടീസും ഇല്ലാതെ, ഒരു കാരണവും ഇല്ലാതെ ഇങ്ങനെ ജോലിന്ന് പറഞ്ഞു വിട്ടാൽ എന്താ അർത്ഥമാടാ അത്? നീ മാനേജറുമായി സംസാരിച്ചു? അയാളോട് ഞാൻ എന്ത് സംസാരിക്കാനാ? അയാളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നോക്ക് മോനെ, എനിക്ക് തോന്നുന്നു എന്റെ വീടിന് ആരോ കണ്ണു വെച്ചു എന്നാ തോന്നുന്നേ. എപ്പോ എന്റെ മോന് കല്യാണമായോ അന്ന് മുതൽ ഓരോ പ്രശ്നങ്ങളാ. ബാങ്കിലിരുന്ന് പൈസ എല്ലാം ഇവന്റെ കല്യാണത്തിന് ചെലവാക്കി. ഒരേ ഒരു ജോലിയായിരുന്നേ, അതും പോയി. ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ശരി, അതൊക്കെ വിട്ടേക്ക്. എന്താന്നറിയില്ല, ഇതുപോലൊക്കെ എനിക്ക് മാത്രം സംഭവിക്കുന്നേ. അതിന്റെ കൂടെ ഈ അമ്മയും എപ്പോഴും ഋതുവിനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എനിക്കിപ്പോഴൊക്കെ ഏതാ നല്ലത് ഏതാ തെറ്റെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. ഇവിടെ നോക്ക്, ആദ്യം നിന്റെ മനസ്സിനെ തളരാൻ വിടല്ലേ. ജോലിയല്ലേ പോയുള്ളൂ, ജീവിതമൊന്നും അല്ലല്ലോ. എടത്തി ഒരു മിനിറ്റ്, നിങ്ങളെന്താ ഒറ്റയ്ക്ക്? ചേട്ടനൊപ്പം വന്നില്ലേ? പിന്നെ ഈ ഒറ്റയ്ക്ക് പോയി ഷോപ്പിംഗ് ചെയ്യുന്നത് നല്ല രസമല്ലേ? അതൊന്നുമില്ല, എനിക്ക് പച്ചക്കറി വാങ്ങണമായിരുന്നു. അപ്പൊ ശരി, ഞാൻ എന്നാ പോകട്ടെ. എനിക്ക് വീട്ടിൽ വൈകാതെ അങ്ങ് എത്തണമായിരുന്നു. അയ്യോ എടത്തി, ഒരു മിനിറ്റ്. ഇതെല്ലാം എടുത്തിട്ട് നിങ്ങളെങ്ങനെ ഒറ്റയ്ക്ക് പോകാനാ? തരൂ, ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ പൊക്കോളാം, സഹായം വേണ്ട. ഹായ് ജാൻ, നിന്റെ ശരീരത്തിൻ്റെ ഭംഗി വളരെ നന്നായിട്ടുണ്ട്. നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഒരു പ്രാവശ്യം നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു ഞാൻ. ദാ വരുന്നമ്മേ.
കണ്ട നിമിഷം മുതൽ എന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല. ജയ്, പിന്നീട് സംസാരിച്ച് കിടന്ന് ഉറങ്ങാ. ഇത് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചായ എടുക്ക്. എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. ശരി, പറ. അത് കണ്ടോ, ആരും എനിക്ക് എന്തൊക്കെയോ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ജയ്, ഒന്ന് സംസാരിക്കും മോനെ. നിന്റെ അങ്കിളാ ലൈനിലുള്ള, ഒന്ന് സംസാരിക്കും മോനെ. ഹലോ. ആ അങ്കിൾ പറയേ. ഇവിടെ നിന്ന് നീ എന്ത് ചെയ്യുവാ? പോയി ചോറും കറിയും വെക്ക്. വിട്ടാ പട്ടിണിക്കിട്ട് കൊല്ലും പോലെ തോന്നുന്നു. വന്ന് നിൽക്കുവാ ശൃംഗരിച്ചിട്ട്. ഒരു ജോലിയും ചെയ്യത്തില്ല, ചുമ്മാ അതും ഇത് സംസാരിച്ചോണ്ട്. പോയി ജോലി നോക്ക്. ഹലോ, വീഡിയോ എങ്ങനെയുണ്ട്? നിങ്ങൾ ആരും സംസാരിക്കുന്നത്? ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? തെറ്റായ ചോദ്യമല്ലേ. നിങ്ങളത് എങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാ എൻ്റെ അടുത്ത് നിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കണം. ആൻസർ എന്താന്ന് വെച്ചാ എനിക്കൊരു വട്ടം നിങ്ങളെ കാണണമെന്ന് ഒരു ആഗ്രഹം. അഡ്രസ് അയച്ചുതരാം, പെട്ടെന്ന് വരണേ. ആരടുത്തെങ്കിലും വല്ലതും പറഞ്ഞാൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വല്ലതും ചെയ്താൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇന്റർനെറ്റിൽ വൈറലാവും. അതിനുശേഷം എന്താവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അതല്ല ഞാൻ പറയുന്നു. ഇനി ഞാൻ എന്താ ചെയ്യാ? ഇതെന്താ എനിക്ക് സംഭവിച്ചോണ്ടിരിക്കുന്നേ? എനിക്ക് എന്റെ മാനം രക്ഷിച്ചേ പറ്റൂ. എന്റെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കണം എനിക്ക്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് പോകാതെ പറ്റില്ല. എനിക്ക് നല്ല ഉറപ്പായിരുന്നു നിങ്ങളിവിടെ വരുമെന്ന്. എനിക്കറിയായിരുന്നു ഇത് നീ തന്നെ ആയിരിക്കും. നിങ്ങൾ ഇത്രയും ഭംഗിയായിരിക്കുമ്പോൾ ആർക്കാ നിങ്ങളെ കണ്ട് ഇഷ്ടമാവാത്ത? നിങ്ങളെ ഇതുപോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കുറെ നാൾ കാത്തിരുന്നതാ. ഇന്ന് ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തീർക്കും. മാറി നിന്നു എന്റെ അടുത്തുനിന്ന്. നീ ഇത്രയും വൃത്തികെട്ടവനായിരിക്കുമെന്ന് എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായതാ. പക്ഷെ നീ ഇത്രയും തരം താഴുമെന്ന് ഞാൻ കരുതിയതേ അല്ല. ഇനി ഈ കാര്യം അങ്ങ് ജയ് അറിഞ്ഞാലുണ്ടല്ലോ, അവൻ നിന്റെ ജീവൻ എടുക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പറയാണ്, മര്യാദയ്ക്ക് ആ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തു. അതൊരിക്കലും പറ്റത്തില്ല. അത് നീ ചെയ്തേ പറ്റൂ. ഫോൺ ഇങ്ങ് താ എനിക്ക്. നിങ്ങൾ വന്നത് നന്നായി. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു വൃത്തികെട്ടവനാണ്. അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു. അവൻ എന്തിനാ അവളെ തള്ളിവിട്ടത്? സോറി. എന്തിനാ സോറിയൊക്കെ പറയുന്നേ? അവൾക്ക് അതിന് പറ്റിയിരുന്ന ഇപ്പൊ എന്ത് ചെയ്യുമായിരുന്നോ? എടാ, അവള് സമ്മതിച്ചില്ല. ദേഷ്യം വന്നു. അതുകൊണ്ടാ. അവൾ എങ്ങനെയാടാ സമ്മതിക്കാതിരിക്കും? ഞാൻ അവളെ സമ്മതിപ്പിച്ചോളാം. ആദ്യം അവളോട് സോറി ചോദിക്കേ. സോറി. ജയ്, നിങ്ങൾ എന്തേ പറയുന്നത്? ഇവൻ എന്നോട് മോശമായി പെരുമാറായിരുന്നു. എന്റെ വീഡിയോസ്, ഫോട്ടോസ് എല്ലാം ഉണ്ട് അവന്റെ കയ്യില്. അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു. ബ്ലാക്ക് മെയിൽ ചെയ്തത് അവനല്ല.
ഞാനാ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. നിന്റെ ആ കുളിര് കോരുന്ന വീഡിയോസൊക്കെ അല്ലേ, പിന്നെ ആ ഫോട്ടോസ്, അതൊക്കെ ഞാനാ എടുത്തത്. നീ എന്തൊക്കെയാ പറയുന്നത്? ആക്ച്വലി ഇത് എന്താന്ന് വെച്ചാ, ഞാൻ കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ. ഈ ഐഡിയ എനിക്ക് തന്നതേ വിനീതാണ്. വളരെ കുറഞ്ഞ സമയത്തിനകത്ത് തന്നെ എങ്ങനെ പണക്കാരനാകാന്ന് ഒരു സൂപ്പർ ഐഡിയ തന്നെ. അതിനു വേണ്ടി ഞാൻ നിന്നെ യൂസ് ചെയ്തു. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം നിന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതിന് എനിക്കൊരു ധൈര്യമില്ലായിരുന്നു. അപ്പോഴേ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ അങ്ങ് ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന്. എന്തു പറയുന്നു? വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് വളരെ വലിയ പണക്കാരനാകാൻ പറ്റും. നീ ഞാൻ പറയുന്നേക്ക് ഒന്ന് കോപ്പറേറ്റ്. ഞാനല്ലേ പറയുന്നത്. പ്ലീസ് 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 പറയുന്നേക്ക് പ്ലീസ്. എത്ര തരം താഴ്ന്ന പ്രവൃത്തിയത്. നീ പൈസക്ക് വേണ്ടി ഇത്രയും തരം താഴൂ? ഞാനിത് സ്വപ്നത്തിൽ പോലെ ഓർത്തതല്ല ജയ്. ഞാൻ പോവാ. എന്താ എന്താ എന്ത്? എന്നെ പോവാ വിട്. ഞാൻ പോട്ടെ, വിട്. ഞാൻ പോട്ടെ, പ്ലീസ് വിട്. അരുത് ജയ്. എന്നെ വിട്, ഞാൻ പോട്ടെ. ജയ്, നീ എന്താ ചെയ്യുന്നേ? ജയ്, നിന്റെ നോ ഞാൻ എസ്സാക്കാനായിട്ട് പോവുക. അതിനുള്ള ഒരു വഴി ഇതാ. നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്യില്ലേ? വെറുതെ എന്തിനാ നിന്റെ എനർജി കളയുന്നേ? ഈ ഇഞ്ചക്ഷൻ നിനക്ക് തന്നതിന് ശേഷം നീ എല്ലാ കാര്യങ്ങളും തന്നെ മറന്നു പോകും. കാണിക്കുന്നേ. കണ്ടില്ലേ? വെറും 20 മിനിറ്റിന് 20,000 രൂപയാണ് എനിക്ക് കിട്ടിയത്. പോകുമ്പോൾ അവൻ എന്താ പറഞ്ഞിട്ട് പോയെന്നറിയാവോ? അവന്റെ പക്കൽ ഇതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെന്നാ. അവരെല്ലാം ഒരു രാത്രിക്ക് 1,00,000 രൂപ വരെ തരുമെന്നാ.